ബേക്ക് ആൻഡ് ടേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ന്യൂ ഇയർ ആശംസകൾ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സ്ട്രോബെറി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടും നല്ല കൃത്യമായിട്ട് അളവും എല്ലാം ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിൻ്റെ കേക്ക് ടിന്നൊക്കെ ഒന്ന് ഒരുക്കി വയ്ക്കാം. അപ്പം ഞാൻ അതാ ഇവിടെ അത് നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് കുറേ പ്രാവശ്യം. പിന്നെ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദ മാവ്, പിന്നെ 1 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് പൗഡറും പിന്നെ ഒരു നുള്ള ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് വച്ചിരിക്കുന്നതാണ്. ഇനി ഒരു ബൗൾ എടുക്കുക. അതിൽ ചെറിയ ഈർപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതുപോലെ തുടച്ച ശേഷമാണ് നമ്മൾ അതിലേക്ക് മുട്ട ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ 4 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കിലോ കേക്കിന് 4 മുട്ടയാണ് എടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇവിടെ കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ സ്ട്രോബെറി എസൻസ് ചേർക്കുന്നുണ്ട് എങ്കിലും നമുക്ക് ആ ഒരു വാനില എസൻസും കൂടി കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ അത് നല്ലതുപോലെ മുട്ട ബീറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 3/4 കപ്പ് അളവിലാണ് പഞ്ചസാര. നിങ്ങൾക്ക് മെഷർമെൻറ്റ് കപ്പ് അറിയാം, ഞാൻ കുറേ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കപ്പിൻ്റെ അളവിൽ 3/4 കപ്പും കുറച്ചും കൂടി അളവാണ് ഞാൻ പഞ്ചസാരയും പിന്നെ ഒരു 4 സ്പൂൺ അളവിൽ ഓയിലും ചേർത്തൊന്ന് മിക്സ് ചെയ്ത് വെച്ചതാണ്. ഇനി ഇതിലേക്കൊരു 3-4 തുള്ളി സ്ട്രോബെറി എസൻസ്, നമ്മൾ സ്ട്രോബെറി മിക്സ് എന്ന് പറഞ്ഞ് നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും. ആ ഒരു എസൻസാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ട് ബീറ്റ് ചെയ്യണം. നമ്മൾ കാരണം ഓയിൽ ചേർത്തിട്ടുള്ളതുകൊണ്ട് നല്ല സ്പീഡ് ബീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അധികം കളറൊന്നും ഞാൻ ചേർത്തിട്ടില്ല, ഒരു ചെറിയ കളറിലാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് വിധം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ വേണം മിക്സ് ചെയ്യാൻ. നല്ല കട്ടിയെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ച് ചൂട് പാലോ കുറച്ച് ചൂട് വെള്ളമോ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അധികം വെള്ളമായി പോവല്ലേ, അധികം കട്ടിയാവാതെ നമ്മൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ട് കേക്കൊക്കെ ചെയ്യണം. അതുപോലെ നിങ്ങൾക്കുള്ള സമ്മാനങ്ങളും അടുത്തടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതാണ് എന്താണ് സമ്മാനം എന്നൊക്കെ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ള് കാണണം. അതുപോലെ തന്നെ ലൈക്കും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ മിക്സ് ചെയ്ത ശേഷം 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ഞാൻ ഈ ഒരു മിക്സ് ഒഴിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ അലുമിനിയം പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 35 മിനിറ്റ് ആദ്യം 10 മിനിറ്റ് ഫ്രീ ഹീറ്റ് ചെയ്ത ശേഷം തീ നല്ലതുപോലെ കുറച്ച് 35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഇവിടെ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് ഈ ഒരു അടുപ്പിൽ വെച്ചാണ് കേട്ടോ. ഇവിടെ അപ്പോൾ ഈ ഒരു അടുപ്പ് അധികം ചൂടില്ല കേട്ടോ. നമ്മൾക്ക് തീ കുറച്ച് വെക്കുമ്പോൾ കണക്കിനുള്ള ചൂട് മാത്രമേ കിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിപ്പോൾ ഒരു മീഡിയം ലോ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതിന് കുറച്ചും കൂടി ഞാൻ ഒന്ന് കുറച്ച് ഈ ഒരു അളവിലാണ് വയ്ക്കുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ചൂട് മാത്രമേ അതിൽ കിട്ടുള്ളൂ കേട്ടോ. പക്ഷേ ഈ ഒരു അടുപ്പിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആ ഒരു കേക്കൊക്കെ കരിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വലിയ അടുപ്പിൽ വെക്കാതെ ചെറിയ അടുപ്പിലോട്ട് വെച്ചാൽ വേണം നമ്മൾ കേക്ക് വേവിച്ചെടുക്കാൻ. നല്ലതുപോലെ തീ കുറയ്ക്കണം. കാരണം അതിൽ ഒട്ടും തന്നെ തീ കൂട്ടി വെക്കാൻ പാടില്ല. നല്ല തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ഈ ഒരു കേക്ക് ബേക്ക് ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. അപ്പം ഞാൻ ഇവിടെ കേക്കൊക്കെ ഇതുപോലെ ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് തട്ടിയ ശേഷമാണ് ഞാൻ ഇവിടെ ബേക്ക് ചെയ്യാൻ വയ്ക്കുന്നത്. അപ്പോൾ ഒരു 35 മിനിറ്റ് ആകുമ്പം കേക്ക് നല്ലതുപോലെ ബേക്കായി കിട്ടും കേട്ടോ. ഒട്ടും തന്നെ കരിയെ ഒന്നും ചെയ്യാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കേക്കൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇനി നമുക്ക് കേക്കൊന്ന് ഐസിങ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 1 കിലോയുടെ ബോർഡ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമ്മൾ ഇതിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ക്രീം ഒന്ന് തേച്ച് കൊടുക്കണം കേട്ടോ. ആ ഒരു കേക്ക് നീങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കേക്ക് കറക്റ്റ് അളവിലൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഷുഗർ സിറപ്പ് ഒന്ന് നനച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് തയ്യാറാക്കുന്ന വീഡിയോസൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്, അത് കാണുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ക്രീം വെച്ച് ഒന്ന് ചെറുതായിട്ട് എല്ലാ ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കുക. നല്ല പെർഫെക്റ്റായിട്ട് ഐസിങ് ചെയ്യുന്ന വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ അതുപോലെയൊക്കെ കേക്ക് തയ്യാറാക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റായിട്ട് തന്നെ കേക്കൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മിൽക്ക് മേഡും അതുപോലെ തന്നെ സ്ട്രോബെറിയുടെ ചോക്ലേറ്റും ചേർക്കുന്നുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ 3 ലെയറും ചെയ്ത് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച കേക്കാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഫൈനൽ ഫിനിഷ് കൊടുക്കാം. അതിലേക്ക് നമ്മൾ ക്രീമിലേക്ക് കുറച്ച് പിങ്ക് കളറും കൂടെ ചേർത്താണ് നമ്മൾ ഈ ഒരു ക്രീം തയ്യാറാക്കി എടുത്തത്. ഇനി നല്ല കട്ടിക്ക് വേണം നമ്മൾ ക്രീം എല്ലാ ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോ കാണുമ്പോഴും ഫുള്ള് കാണാൻ നോക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ ആ ചെയ്തിരിക്കുന്ന രീതിയൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ കേക്ക് തയ്യാറാക്കി കൊടുക്കാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും നമുക്ക് ആ ഒരു കളറൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം
നല്ലതുപോലെ ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ദാ ഇവിടെ ടൂൾസ് വെച്ചെല്ലാം ഞാൻ ഫിനിഷ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ പല വീഡിയോയിലും കണ്ടിട്ടുള്ളതാണ്. ഞാൻ ഇവിടെ കാർഡ് ഉപയോഗിച്ചാണ് ഫിനിഷ് ചെയ്തെടുക്കുന്നത് കേട്ടോ. പെട്ടെന്ന് നമ്മൾ ടൂൾസ് ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുന്നേക്കാളും കാർഡ് ഉപയോഗിച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ നല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഐസിങ് ചെയ്തിട്ട് ഇതാ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടാത്തവർ ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഞാൻ വീഡിയോ ചെയ്യുന്നത് പോലെ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാം പറഞ്ഞു തരുന്നത്. കൃത്യമായിട്ടും അളവും എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൽ അധികം ഡെക്കറേഷൻ ഒന്നും കൊടുക്കുന്നില്ല. ഒരു നൈഫ് വെച്ച് തന്നെ പതുക്കെ ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഡെക്കറേഷനാണ് കേട്ടോ. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അതേപോലെ തന്നെ മുകളിലും അതേപോലെ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പീഡ് കൂട്ടിയെന്നേ ഉള്ളൂ, അല്ലാതെ പതുക്കെ തന്നെയാണ് ചെയ്യുന്നത്. നമുക്ക് ഇതുപോലത്തെ ഇത് ഐസിങ് സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ഞാനവിടെ ക്രീം കൊണ്ട് ദാ ഇതുപോലെ ഒരു നോസിലിട്ടിട്ട് ദാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഡിസൈനാണ് കേട്ടോ ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ വീഡിയോസിൽ കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഡിസൈനൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചെയ്ത് എളുപ്പത്തിൽ തന്നെ കൊടുക്കാൻ പറ്റും. അപ്പോൾ കേക്ക് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ ആഗ്രഹമുള്ളവർ വീഡിയോ കണ്ട് എല്ലാവരും കേക്കൊക്കെ ഉണ്ടാക്കി ഇത് സെയിൽ ചെയ്യണം കേട്ടോ. നമ്മളെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ ഒരു കുഞ്ഞു വരുമാനമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ എന്തെങ്കിലും കിട്ടുമ്പോൾ അതിൻ്റെ സന്തോഷമൊന്ന് വേറെയാണല്ലേ. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് അളവും എല്ലാ വീഡിയോസിലും ഞാൻ നല്ല രീതിയിലാണ്, നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ കേക്കൊക്കെ ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ.